ചുറ്റും നിന്ന് കൈയടിച്ച് മുഖ്യമന്ത്രി വി.ഡി. സതീശനടക്കമുള്ള UDF MLA-മാർ അവർക്കിടയിലൂടെ നടന്ന് സഭാ നടുത്തളത്തിലേക്ക് കയറി കണ്ണൂരിലെ ഏറ്റവും മുതിർന്ന CPM നേതാവും നിലവിൽ തളിപ്പറമ്പ് MLA-യുമായ TK ഗോവിന്ദൻ മാസ്റ്റർ. ഇതുപോലൊരു ദിവസം അദ്ദേഹം സ്വപ്നം കണ്ടിരിക്കാം. പക്ഷേ കൈയടിക്കേണ്ടിരുന്നത് CPM MLA-മാരായിരിക്കണമായിരുന്നു ആ സ്വപ്നം യാഥാർത്ഥ്യമാകണമെങ്കിൽ. എന്നാൽ CPM-ന്റെ തന്നെ പോരായ്മയും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ അഹങ്കാരവും TK ഗോവിന്ദനെ UDF ക്യാമ്പിലെത്തിച്ചു. കോൺഗ്രസ് പിന്തുണയോടെ മത്സരിച്ച് തളിപ്പറമ്പ് എന്ന ചെങ്കോട്ടയിൽ UDF കൊടിനാട്ടി ഗോവിന്ദൻ. ആ ഗോവിന്ദൻ സത്യപ്രതിജ്ഞയ്ക്കായി നടന്നെടുക്കുമ്പോൾ എന്തൊക്കെ ചിന്തയാകാം പിണറായി വിജയൻ എന്ന മുൻ മുഖ്യമന്ത്രിയുടെ മനസ്സിലൂടെ കടന്നുപോയത്. അട്ടിമറി വിജയത്തിനു പിന്നാലെ മാധ്യമങ്ങളെ കണ്ട ഗോവിന്ദൻ ഉള്ളിൽ തട്ടിപ്പറഞ്ഞ ഒരു കാര്യമുണ്ട്. പിണറായി വിജയൻ ഒരിക്കലെങ്കിലും വിളിച്ച് മത്സരത്തിൽ നിന്നും പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ അനുസരിക്കുമായിരുന്നുവെന്ന്. എന്നാൽ അതുണ്ടായില്ല. ഗോവിന്ദൻ തങ്ങൾക്കൊരു ഇരയല്ലെന്ന് ചൂണ്ടിക്കാട്ടി എതിരിടാനായിരുന്നു CPM-ന്റെയും MV ഗോവിന്ദന്റെയും നീക്കം. എന്നാൽ ജനഹിതം മറിച്ചായിരുന്നു. 12,551 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് ഗോവിന്ദൻ തളിപ്പറമ്പിൽ നിന്നും വിജയിച്ചു കയറി. തളിപ്പറമ്പിൽ നിന്നുള്ള നിയമസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്ത് TK ഗോവിന്ദൻ MLA-യായി ചുമതല ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. സഗൗരവമാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത്. CPM മുൻ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ TK ഗോവിന്ദന്റെ സത്യപ്രതിജ്ഞയെ ആകാംക്ഷയോടെയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കിയത്. സത്യപ്രതിജ്ഞ ചെയ്യാനായുള്ള ഊഴമെത്തിയതിനു പിന്നാലെ ഗോവിന്ദൻ നടുത്തളത്തിലെത്തി. UDF അംഗങ്ങൾ കൈയടിച്ച് വരവേറ്റു. എന്നാൽ ഗോവിന്ദൻ നേരെ പോയത് പിണറായി വിജയൻ ഇരിക്കുന്ന ഭാഗത്തേക്കാണ്. പിണറായി വിജയന്റെ അടുത്തേക്ക് നടന്നു നീങ്ങിയ ഗോവിന്ദൻ അദ്ദേഹത്തിന് കൈകൊടുത്തു. അതിനുശേഷമാണ് ഗോവിന്ദൻ സത്യപ്രതിജ്ഞ ചെയ്തത്. ഗോവിന്ദന്റെ ഈ നീക്കത്തിനും കൈയടിച്ചാണ് UDF MLA-മാർ പിന്തുണ പ്രഖ്യാപിച്ചത്. CPM-ന്റെ ശക്തി കേന്ദ്രമായ തളിപ്പറമ്പിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യയും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവുമായ PK ശ്യാമളയെ തോൽപ്പിച്ചാണ് TK ഗോവിന്ദൻ നിയമസഭയിലെത്തിയത്. PK ശ്യാമള തളിപ്പറമ്പ് മണ്ഡലത്തിൽ മത്സരിക്കുന്നതിനെ ചൊല്ലി പാർട്ടിയിൽ അസ്വസ്ഥതയുണ്ടായിരുന്നു. തളിപ്പറമ്പ് MLA ആയിരുന്ന MV ഗോവിന്ദന്റെ പിൻഗാമിയായി ഭാര്യ PK ശ്യാമളയെ നിർദ്ദേശിച്ചതാണ് പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ എതിർപ്പിന് കാരണമായത്. എന്നാൽ എതിർപ്പ് തള്ളിയ MV ഗോവിന്ദൻ ഭാര്യയെ തന്നെ രംഗത്തിറക്കി. CPM-ന്റെ ചിഹ്നത്തിൽ ആര് നിന്നാലും ജയിക്കുമെന്ന ചിന്തയിലായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി. എന്നാൽ TK ഗോവിന്ദൻ മാസ്റ്റർ സ്വതന്ത്രനായി നിന്ന് PK ശ്യാമളയെ കെട്ടുകെട്ടിക്കുകയായിരുന്നു. പാർട്ടിയെ തിരുത്തിയതിനുള്ള ആദരസൂചകമായിട്ടാണോ എന്നറിഞ്ഞൂടാ, എണീറ്റ് നിന്നുകൊണ്ടാണ് പിണറായി വിജയൻ TK ഗോവിന്ദൻ മാസ്റ്ററെ അഭിവാദ്യം ചെയ്തത്. ആ വീഡിയോയിലേക്ക് പോകാം. TK ഗോവിന്ദൻ മാസ്റ്റർ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടെ നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു.